ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോട്ടോണിക് ഗെയിമിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആണ്. ആൻഡ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി വന്നിട്ട് ഞാൻ പനി ഉണ്ടായി, അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ പിന്നെ ഒന്ന് നെതറിൽ പോയായിരുന്നു, കുറച്ച് സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ട്. ഞാൻ പിന്നെ എൻ്റെ ഡയമണ്ട് കാര്യങ്ങൾ അമറാന്തസ് ഷാഡ് അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു. നമുക്ക് നമ്മുടെ ബേസ്, അതായത് ഈ ഒരു വേൾഡിൽ ഇച്ചിരി പ്രോഗ്രസ് കാര്യങ്ങൾ വരുത്താനുണ്ട്. അതായത് ഞാന് ഇത് XP ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ, അത് പിന്നെ കൊറേ കട്ടുണ്ടായി അതില്. അത് വീഡിയോ 50 മിനിറ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ടായി. അപ്പം 50 മിനിറ്റ് ലോങ് ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. ഇങ്ങനെ ഫുൾ ടൈം സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എന്തോ ബോറടി ആയി പോകും. അതുകൊണ്ട് ഞാൻ സെറ്റ് ആക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോ വോയിസ് ഒക്കെ ക്ലിയർ ഉണ്ടാവും കേട്ടോ. കാരണം ബിക്കോസ് ഞാനിപ്പോ എന്റെ ഹെഡ്സെറ്റ് ഇട്ടിട്ടുണ്ട്. ഹെഡ്സെറ്റ് ഇട്ടോണ്ടാണ്. ഹെഡ്സെറ്റിന്റെ മൈക്ക് ഹെഡ്സെറ്റ് ആണ്. ഇപ്പൊ എന്റെ വായിൽ മൈക്കുണ്ട്. വായിലല്ല, മുഖത്തിന്റെ മുന്നിൽ മൈക്കൊക്കെ വെച്ചിട്ടുള്ള ഹെഡ്സെറ്റ് ആണ്. ഗെയിമിംഗ് ഹെഡ്സെറ്റ് ഉണ്ട് എന്റെ കയ്യില്. ആൻഡ് ഈ സാധനം നമുക്ക് എങ്ങനെയും ഇത് ചെയ്യാമെന്ന്, ഇതിനിപ്പോ എന്താ വഴി, ഞാൻ അതിലൊക്കെ നോക്കിയപ്പോ കണ്ടത്, ഇതിന്റെ അടിയില് നമ്മൾ ക്യാമ്പ് ഫയർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ഒക്കെ ആവണം, അതിനും പോകണം. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നോക്കിയിട്ട് മൈനിങ്ങിന് പോകും, ചിലപ്പം ഡയമണ്ട് ഒക്കെ കിട്ടും. ഓക്കെ, നോക്കാം. എൻ്റെ ഇപ്പോ 13 ഡയമണ്ട് ഉണ്ട്, നോക്കട്ടെ. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ക്യാമ്പ് ഫയർ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കട്ടെ. ക്യാമ്പ് ഫയർ, ഈ സാധനം നീല കളറോ, വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റിക്ക്, 3 സ്റ്റിക്കും 3 വുഡും പിന്നെ എന്തോ സാധനം വേണമായിരുന്നു. നോക്കാം. അത് നമുക്ക് ആദ്യം തന്നെ 3 വുഡ് വേണം. 1 2 3 4 5 സെറ്റ്. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിക്ക് ഉണ്ടാക്കാൻ. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഞാൻ പിന്നെ 2 ക്യാമ്പ് ഫയർ ഉണ്ടാക്കുന്നുണ്ട്, ബിക്കോസ് എനിക്ക് ഇതൊക്കെ വേണ്ടേ. ഇതിന്റെ കൂടെ എന്തായിരുന്നടാ, കോള് മതിയോ? അപ്പൊ 2 കോള്. ഇനി നമുക്ക് 2 ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ പറ്റും. ഓ യാതാ, ആനിമേഷൻ നോക്കടാ. നമ്മൾ ഇനി ഇതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം, ഇനി നമുക്കിത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് നമുക്ക് ബോട്ടിൽ വേണം. ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് വേണം. ഗ്ലാസ് വേണമെങ്കിൽ നമുക്ക് സാൻഡ് വേണം. സാൻഡ് വേണമെങ്കിൽ ഷവൽ വേണം. ഷവൽ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമുക്ക് സാൻഡ് എടുക്കാം. ഞാൻ പിന്നെ വീഡിയോ അങ്ങനെ ലോങ് ആക്കാറില്ല. പരമാവധി ഞാൻ ലോങ് ആക്കല് കുറയ്ക്കാറുണ്ട്. ഗൈസ്, ഓക്കെ, ഇനി ഇതെടുക്കാം. സെറ്റ്. എത്ര സാൻഡൊക്കെ മതിയാവും. നമുക്ക് നേരെ വെടിപ്പെട്ട് ഗ്ലാസ് ഉണ്ടാക്കാം. കാരണം എനിക്ക് വീടിന്റെ മുന്നിൽ ഇവിടെ ആയിട്ട് വെക്കണം. ഇവിടല്ല, ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കാം. ഓക്കെ, അതാ ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഹെഡ്സെറ്റിന്റെ ഒരു സൗണ്ട് പോയതാണ്, എന്താ ചെക്ക് ചെയ്താണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 4 സ്റ്റെയർ ഉണ്ടാക്കണം. സ്റ്റെയർ ഉണ്ടാക്കാനുള്ള വുഡ് എൻ്റെ കയ്യിലുണ്ടോ? വുഡുണ്ടോ? നമുക്ക് 4 സ്റ്റെയർ ഉണ്ടാക്കാം. കൃത്യം 4. ആൻഡ് പിന്നെന്താ ഇത്, നോക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം, ഇങ്ങോട്ടൊരെണ്ണം, ഇങ്ങോട്ടൊരെണ്ണം, എന്നിട്ട് ഇങ്ങോട്ടൊരെണ്ണം.
സെറ്റ് ഒരു ക്യാമ്പിംഗ് ഏരിയ പോലെ. ആൻഡ് ഇനി നമുക്ക് പോയിട്ട് ഫാമിൽ ഇവിടെ ഒന്നുമില്ല. ഞാൻ എല്ലാം അതിൻ്റെ ഉള്ളില്. ദൈവമേ, ഇവനെങ്ങനെ കേറി ഇതിനകത്തോട്ട്? എന്തേലും നല്ല ട്രേഡ് ഉണ്ടോ? സെറ്റ് ഫുൾ സെറ്റ്. ഇതിനകത്ത് അതിഥികൾ വന്നിരിക്കുന്നുണ്ടല്ലോ. ആന്തറ കുഞ്ഞി സോംബിക്ക് മാത്രം അങ്ങനെ ലൂട്ട് റെഡ് സ്റ്റോൺ ഒക്കെ കിട്ടുമോ? ഓ, ഞാൻ വിച്ചിനെ കൊന്നുണ്ടാവും ചിലപ്പോ. അങ്ങനെ വിച്ചിനെ കൊന്നപ്പോ റെഡ് സ്റ്റോൺ കിട്ടിയതാ. ആ പണം ആ ട്രൈഡന്റ് എനിക്ക് കിട്ടിയാ? യെസ്, വി ഗോട്ട് ട്രൈഡന്റ്. ഓ, ട്രൈഡന്റ് കിട്ടി നമുക്ക്. അത് ഞാൻ ഇവിടെ വെച്ചേക്കാം. ദൈവമേ, നമുക്ക് നമ്മുടെ സ്റ്റോറേജിന്റെ പണി എത്രയും പെട്ടെന്ന് ചെയ്യണം. ഇനി ഇത് ഓക്കെ. ഇനി നമുക്ക് താഴെ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അയൺ ഫാം, ക്രീപ്പർ ഫാം, വില്ലേജർ ബ്രീഡർ, ട്രേഡിംഗ് ഹാൾ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വില്ലേജറിനെ വേണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ട്രേഡിംഗ് ഹാൾ വേണം. പക്ഷെ ഐ നീഡ് ടു ഫൈൻഡ് എ വില്ലേജ്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ഇറങ്ങാൻ പോവാ എക്സ്പ്ലോറേഷൻ. അയ്യോ, ഞാൻ ഇച്ചിരി മീറ്റ് ഇവിടെ ഉണ്ടായിരുന്നല്ലോടാ. അതാ 18 മീറ്റ് ഉണ്ട് ഇവിടെ. അതെടുത്തിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് അതിരുന്നാവട്ടെ. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നമ്മുടെ 18 എണ്ണവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എക്സ്പ്ലോറേഷന് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഒരു പണി ചെയ്യാം. ഇവിടെ നിന്ന് 3 വൂൾ എടുത്ത് കൈ പിടിച്ചേക്കാം. 3 വൂള്, 4 എക്സ്ട്രാ ഇരുന്നോട്ടെ. ഒരു 3 വൂൾ എടുത്ത് കൈ പിടിച്ചിട്ട് നേരെ എക്സ്പ്ലോറേഷൻ. എനിക്ക് സാഡിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതെൻ്റെ കയ്യിൽ ഇരുന്നേനെ. സാഡില് കിട്ടണം നമുക്ക്. നേരം പോയി നോക്കാം നമുക്ക്. എനിക്ക് ഉറപ്പില്ല എവിടെ ഉള്ളതെന്ന്. നോക്കട്ടെ. ഒരു വില്ലേജ് കിട്ടാനാണ് പാട്. കിട്ടും, പക്ഷെ കുറെ പോണെന്നേ ഉള്ളൂ. എനിക്കൊരു ചെറി ബ്ലോസം ബയോമ് വേണമായിരുന്നു. ചെറി ബ്ലോസം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഓ ദേടാ, മറ്റേ പംകിൻ. അത് പോയി എടുക്കട്ടെ. നമുക്കിനി ഇതെടുക്കാം. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്തു. നമ്മുടെ 19 കിട്ടി. ഒരു സുഖം.
ഇവിടെ ഫുള്ള് ബീഹൈവ് ഉള്ള ഏരിയ ആണ് കേട്ടോ. എനിക്ക് മനസ്സിലായി. ഞാൻ കുറെ ദൂരം പോയിട്ട് കാണിക്കാം ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഇച്ചിരി ദൂരെ നടന്നുള്ളൂ ആൻഡ് വി ഗോട്ട് വില്ലേജ്. എന്റെ അമ്മ ഇത്ര അടുത്തുണ്ടായിരുന്നു. ഇത് കറക്റ്റ് സ്പോട്ടിലോട്ടാണ് ഞാൻ നടന്നു വന്നത്. എന്റെ മോനെ, വി ആർ വിക്ടറി, വി ഹാവ് വിക്ടറി. ഞാൻ ഈ സ്ഥലം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഓക്കെ, കോർഡിനേറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ഇന്നത്തെ തംബ്നെയിൽ ഇത് തന്നെ, നമ്മുടെ വില്ലേജ്. ഓ ലൂട്ട് ലൂട്ട്, ഇനിയിപ്പോ ഫ്രീ ആയിട്ട് ലൂട്ട് കിട്ടൂലോ. തിരിച്ചു നട്ടേക്കാം. ഒന്നും കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട വില്ലേജേഴ്സിന്. ഓ ക്യാരറ്റ്, ക്യാരറ്റ്. We need it. We need it. Absolutely we need it. ഞാൻ തിരിച്ച് നടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് മാത്രം. എന്റെ മോനെ വില്ലേജർ. ഹലോ അണ്ണ. ഹലോ, സുഖല്ലേ? ദൈവമേ, ഞാൻ കുറച്ച് ദൂരെ വന്നുള്ളൂ. ആ ലൂട്ട് ലൂട്ട് ലൂട്ട്. ആപ്പിൾ കിട്ടി. ഓ യെല്ലോ ബെഡ് ഇങ്ങനെയല്ലേ കാണാൻ? നൈസ്. കേറി 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 കേറി. ഓ ബ്ലാക്ക് സ്മിത്തിന്റെ വീടുണ്ട്. ഡയമണ്ട് ഉണ്ടാവും ചിലപ്പോ. സാധ്യത കുറവാണ്. നോക്കട്ടെ. ഡയമണ്ട് ഉണ്ടാവണേ. ഇല്ലടാ. അയേൺ ആർമറും പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ട്. അഡ്വാൻസിന് കിട്ടി. എന്തായാലും വന്നതിനൊരു ഗുണം ഉണ്ടായി. ഇവിടെയും കുറെ പംകിൻ ഉണ്ട്. പംകിൻ. പക്ഷെ ഇവിടെ ജനിച്ചാ മതിയായിരുന്നു. അതാവുമ്പോ രസമായിരുന്നേനെ. ഇവിടെ നമ്മുടെ സ്പോൺ മതിയായിരുന്നു. പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല ഉറക്കം. ഇത്രയും ദൂരം ക്ഷീണിച്ച് വന്നിരുന്നു. വില്ലേജേഴ്സിനെ കാണാൻ ഇങ്ങനെയാണ് ഇതില്, ഈ ഷെയ്ഡറില്. എന്നെ ഒരു നോട്ടം. എന്താണ് നീ എന്നെ നോക്കുന്നേ? ഇതെന്താ? ഇന്നത്തെ കണ്ടന്റ് ഇത് തന്നെ. ഐ ഫൗണ്ട് എ വില്ലേജ് ഇൻ മൈ വേൾഡ്. മൈ വേൾഡ് അല്ല, ഇൻ മൈ ലെഫ്റ്റ് സൈഡ്. ഇത് നമുക്ക് വേണം. സ്മിത്തിങ് ടേബിൾ അല്ലല്ലേ, ഇത് വെച്ചിട്ടുള്ളതല്ലേ. ഇത് നമുക്ക് വേണം. സ്മിത്തിങ് ടേബിൾ. ഇത് നല്ല നെതറൈറ്റ് ഒക്കെ ഇതാക്കുന്ന സാധനം. വി ഗോട്ട് വില്ലേജ്. ഇനി ഇവിടത്തെ വില്ലേജേഴ്സിനെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ട്രേഡിങ് ഹാള്. പക്ഷെ ഇത് കുറെ ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ദൂരമല്ല, നല്ല ദൂരം ഉണ്ട് അത്യാവശ്യം. ഇതുണ്ടല്ലേ ഇവിടെ. ഹൈ, ഇതൊക്കെ തല്ലി പൊളി. എനിക്കിത് കിട്ടിയാ മതി. ഇത് അവന്റെ ജോലിയല്ലേടാ. ദിസ് ഈസ് ഹിസ് ജോബ്. താടീന്റെ താഴെ കറുത്തിരിക്കുന്നു. ദൈവത്തിനറിയാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ട്രേഡിംഗ് ഹാൾ, അയൺ ഫാം, പിന്നെ വില്ലേജ് ബ്രീഡർ, കുറെ കണ്ടന്റ്സിനുള്ള കാര്യങ്ങൾ ആയിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരുണ്ട്. പ്രോട്ടോണിക്സ് ഗെയിമിംഗ് സോൺ സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ ബൈ.